ഉന്നതർ കുടുങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. സുജയ, ഉന്നതർ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുടുങ്ങാതെ രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യതയും സർക്കാർ അവിടെ ഇരിക്കുമ്പോൾ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് എല്ലാത്തിന്റെയും കോപ്പി, മിനിറ്റ്സ് ബുക്കിന്റെയും എല്ലാ രേഖകളുടെയും കോപ്പി രജിസ്ട്രാർ ജനറലിലേക്ക് എത്തിക്കണം എന്നുകൂടി കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് SIT-യിൽ പോലും ഇടപെടൽ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക പൊതുസമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിലും വ്യക്തമാണ്. SIT കോടതി മേൽനോട്ടത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ജസ്റ്റിസ് രാജ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും ഇന്ന് കൊടുത്ത നിർദ്ദേശങ്ങൾ അത് കർശന നിർദ്ദേശങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ കൃത്യമായ ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ ഉന്നതർ കുടുങ്ങാനുള്ള ഒരു സാധ്യത നിൽക്കുന്നുണ്ട്. ഉന്നതർ എന്ന് പറയുമ്പോൾ ഇതുവരെ ഉന്നതർ എന്ന് പറയുന്ന സോക്കോൾഡ് ബ്രാക്കറ്റിൽ ഉണ്ടാകാതിരുന്ന ഒരാൾ കൂടി, PS പ്രശാന്ത് കൂടി ആ ചിത്രത്തിലേക്ക് വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇടക്കാല ഉത്തരവിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. നമ്മൾ നേരത്തെ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴൊക്കെ 2019 കോൺഗ്രസ് കാലത്തെ എന്നൊക്കെ പറഞ്ഞ് പിന്നിലേക്കാണ് നമ്മൾ ചർച്ച നടത്തിയത്. 2025 ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്ന 2025 കാര്യങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച നടന്നില്ല. എന്നാൽ കോടതി ഇന്ന് അതിലേക്ക് കൂടി ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇടക്കാല ഉത്തരവിൽ നമ്മൾ കാണുന്നത്. ഇവിടെ SIT രൂപീകരിച്ചത് ഒക്ടോബർ 6-നാണ്. ഇന്നിപ്പോൾ ഒക്ടോബർ 21 ആയിരിക്കുകയാണ്. 2 ആഴ്ച കൂടി സമയം വേണം എന്നതാണ് SIT ആവശ്യപ്പെടുന്നത്. SIT-ക്ക് പൂർണ്ണമായും അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 ആഴ്ച കൂടി, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കാൻ 2 ആഴ്ച സമയം തേടിയിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളിൽ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് ഇപ്പോൾ പറഞ്ഞ ഈ പുതിയ കാര്യങ്ങൾ കൂടിയാണ്. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ കഴിയുമായിരുന്നിട്ടും SIT അന്വേഷിച്ച കാര്യങ്ങളിൽ ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ തട്ടി നിൽക്കുകയാണ് അന്വേഷണം എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ 409 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഉണ്ടായിരുന്നു എന്നതറിഞ്ഞിട്ടും റിക്കവർ ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ റിക്കവർ ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത്. അപ്പോൾ ഈ സ്വർണത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണോ PS പ്രശാന്ത് അടക്കമുള്ളവർ വീണ്ടും ഇത് മറച്ചു വെക്കുന്നതിനായി ഒരു കൂട്ടുത്തരവാദിത്തമുള്ള ഒരു ക്രൈമിലേക്ക് പോയിട്ടുണ്ടോ എന്നതാണ് അറിയേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PS പ്രശാന്ത് അടക്കം അതിന് മറുപടി പറയേണ്ടതുണ്ട്. ഇതുവരെ ഒഴിഞ്ഞു മാറിയതുപോലെയല്ല, ഞാനിപ്പോഴല്ലേ പ്രസിഡന്റ് ആയത്, ഇത് 2019 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2025 കാര്യം കൂടി അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. കൃത്യമായി നമ്മൾ ആ ഡേറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ തന്ത്രി താഴമൺ കണ്ഠരര് മഹേഷ് മോഹനര് തിരുവാഭരണം കമ്മീഷണർക്ക് അയച്ച കത്ത് ഇതിൽ പറയുന്നുണ്ട്. പേജ് നമ്പർ 6 വന്നു കഴിഞ്ഞാൽ ഈ ഉത്തരവിൽ അത് കൃത്യമായി മനസ്സിലാക്കാനും കഴിയും. തന്ത്രി അയച്ച കത്തനുസരിച്ച് ദ്വാരപാലക ശില്പത്തിലെ പാളികളും അതുപോലെ തന്നെ പീഠങ്ങളും ഒക്കെ സന്നിധാനത്ത് നിന്ന് റിപ്പയർ വർക്കിനായി കൊണ്ടുപോകുമ്പോൾ അതിൽ ഈ വാതിൽ, അതുപോലെ തന്നെ ലിൻഡൽ, കമാനം, ലക്ഷ്മി രൂപം ഇതെല്ലാം സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യണം എന്ന് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്ത് കൂടി ഇപ്പോൾ എന്തായാലും അന്വേഷണ പരിധിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇത് ഇളക്കിയെടുക്കുന്നതിനും അതുപോലെ തന്നെ തിരിച്ചു വെക്കുന്നതിനുള്ള തീയതികൾ, അത് തന്ത്രിയാണല്ലോ ഈ ദേവന്റെ സ്വത്തെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ആ സ്വത്തുമായി നേരിട്ടിടപെടുന്ന, അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളുമായും ശ്രീകോവിലുമായും എല്ലാം അവസാന തീരുമാനം എടുക്കേണ്ട പ്രധാനപ്പെട്ടയാൾ തന്ത്രിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്ത്രി അയച്ച കത്ത് പോലും സെറ്റ് അസൈഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലും മാറ്റിവെച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ PS പ്രശാന്ത് തയ്യാറായിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായി തന്നെ അവിടെ നിൽക്കുകയാണ്. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന തിരുവാഭരണം രജിസ്റ്ററുമായി ബന്ധപ്പെട്ട ഭാഗം അത് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. തിരുവാഭരണം രജിസ്റ്ററിൽ ജൂലൈ 3 ഈ കോപ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം നിൽക്കുകയാണ്. പക്ഷേ അത് തിരുവാഭരണം രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഒരിടത്തും രേഖപ്പെടുത്താതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിഹൈൻഡ് ദ ഡോർ ഡീൽ അവിടെ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അതിൽ PS പ്രശാന്തിന് നിലവിലത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. ഈ പോറ്റി കൊണ്ടുപോയ ഭാഗങ്ങൾ മാത്രമേ ചെമ്പായിട്ടുള്ളൂ, ബാക്കിയൊന്നും കോപ്പർ പ്ലേറ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ജസ്റ്റിസ് KT ശങ്കരൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാല്യുവേഷൻ പ്രോസസ് ഉണ്ടല്ലോ, അത് പൂർത്തിയാകുമ്പോഴാണ് 30.291 കിലോ സ്വർണത്തിൽ എത്രയുണ്ട് ബാക്കി, അതിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളും കട്ടിളപ്പാളികളും മാത്രമാണോ ഇതുപോലെ കൊണ്ടുപോയത്, അതോ ബാക്കിയും പോയിട്ടുണ്ടോ എന്നതടക്കം ലക്ഷ്മി രൂപമടക്കം മറ്റിടങ്ങളിൽ പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 30-ൽ എത്രയുണ്ട് ബാക്കിയെന്നാണ് അറിയേണ്ടത്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 409 ഗ്രാം സ്വർണ്ണമല്ലേ ഉള്ളൂ, ഇത്ര പവനല്ലേ ഉള്ളൂ, എത്രയായിരുന്നു 50 പവൻ അങ്ങനെ എന്താണല്ലോ അന്ന് ഡോക്ടർ അരുൺ പറഞ്ഞത്. അപ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും റിക്കവർ ചെയ്തില്ല എന്നത് പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അറിയേണ്ടത് ഉന്നതരുടെ ഇടപെടലിലൂടെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടത് എത്രയെന്നാണ്. അത് ഈ 30-ൽ നിന്നാണ് അറിയേണ്ടത്. അല്ലാതെ ഈ പാളിയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളിയിൽ നിന്ന് മാറ്റിയെടുത്ത വേർതിരിച്ചെടുത്ത സ്വർണത്തിന്റെ അളവ് മാത്രമല്ല, ഈ 30.291 കിലോ അത് ഈ ശ്രീകോവിലുമായി അനുബന്ധപ്പെട്ട എല്ലായിടങ്ങളിലും പൊതിഞ്ഞിട്ടുണ്ട്. ആ പൊതിഞ്ഞ ഇടങ്ങളിൽ നിന്ന് എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു വാല്യുവേഷനിലേക്ക് കൂടി ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വാല്യുവേഷനിൽ വരും. അപ്പോൾ മാത്രമേ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പുറത്തു വന്നതിന്
അപ്പുറത്തേക്ക് ഈ കണക്ക് നീളുമോ എന്നതറിയാനായിട്ടാണ് ഞാൻ എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്നു, തിരിച്ചു വരുന്നു. ഈ SIT റിപ്പോർട്ടിൽ എന്തായാലും ഉള്ള വിവരങ്ങൾ അത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. എന്തായാലും ഈ ബോർഡ് ഉന്നതർക്കാർക്കും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നേരത്തെ ജിമ്മി ജെയിംസ് വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. ഇവിടെ സ്മാർട്ട് ക്രിയേഷൻസിന് സാങ്കേതിക പരിജ്ഞാനം ഇല്ലെങ്കിലും അവിടെ തന്നെ കൊണ്ടുപോയി സ്പോൺസർ വീണ്ടും ഈ സ്വർണം പൂശാനായി കൊണ്ടുപോയി എന്നുള്ളത് കൂടി സംശയാസ്പദമായ കാര്യം തന്നെയാണ്. കാരണം ആദ്യം എവിടെയാണോ കൃത്രിമം കാണിച്ചത് അതേ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സമ്മതമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയൊന്നും ഒരു മറുചോദ്യം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതും ഈ നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അടക്കമുള്ള ആളുകളുടെ ഈ ക്രൈമിലെ പങ്കാളിത്തം തന്നെയാണ് ചൂണ്ടിക്കാട്ടിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 7 ദിവസം കഴിയുമ്പോഴേക്കും ദേവസ്വം കമ്മീഷണറുടെ ഈ പരിജ്ഞാനമില്ല എന്ന് പറഞ്ഞ കമ്മീഷണറുടെ നിലപാട് മാറുന്നത്, അതോടൊപ്പം തന്നെ സ്പോൺസർക്ക് സെപ്റ്റംബർ 3-ാം തീയതി ഈ പീഠവും ദ്വാരപാലക ശില്പത്തിലെ പാളികളും ഒക്കെ കൈമാറുന്നത്, അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 2-ാം തീയതി പോറ്റി മറ്റേ പാളിയും കൂടി ഇങ്ങ് തരൂന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ചെല്ലാം പോറ്റിക്കറിയാം. പോറ്റി എന്ത് ചോദിച്ചാലും കൊടുക്കാൻ മാത്രം എന്താണ് ഇവർക്കിടയിലുള്ള ബന്ധം എന്നതുകൂടി വ്യക്തമാകണമല്ലോ. ഒരു സ്പോൺസറും ദേവസ്വം ബോർഡിന്റെ അധികൃതരും തമ്മിലുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ള ബന്ധമാണോ അതോ ഈ കൂട്ടുകൃഷിയിലെ പങ്കാളികളാണോ ഇവർ എന്നതുകൂടി അറിയേണ്ട കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ SITയുടെ അന്വേഷണം നടക്കുമ്പോഴും ഇതിൽ സർക്കാർ എടുക്കേണ്ട സ്ട്രോങ് ആയ ഒരു സ്റ്റാൻഡുണ്ട്. ഈ സർക്കാർ ഇങ്ങനെ കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും സംരക്ഷിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയണം. അല്ലാതെ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട്, മുൻകാലങ്ങളിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻകാലങ്ങളെക്കുറിച്ച് മാത്രം ചരിത്രം പറഞ്ഞാൽ പോരാ. വർത്തമാനത്തിൽ നടന്നിരിക്കുന്ന കോടതി ഇപ്പോൾ ഈ 2025-ലെ ഗൂഢാലോചനയെക്കുറിച്ച്, ഗൂഢാലോചന എന്നത് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ തട്ടിപ്പ് മറച്ചുവെക്കാൻ 2019-ലെ തട്ടിപ്പ് എന്ന് പറയുന്നത് 1-ാം പിണറായി വിജയൻ, നമ്മൾക്ക് ഇങ്ങനെ ഫ്രെയിം ചെയ്യാം, 1-ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ തട്ടിപ്പ് മറച്ചുവെക്കാൻ 2-ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്ത് ശ്രമിച്ചിരിക്കുന്നു. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അതാണ്, ഒറ്റ വാചകത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അതാണ്. PS പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു മറച്ചു വെക്കാനായിട്ടുള്ള ശ്രമം നടന്നിരിക്കുന്നു. അത് നടന്നിട്ടില്ല എന്ന് തെളിയേണ്ടത് അന്വേഷണത്തിലാണ്. അല്ലാതെ PS പ്രശാന്തിന്റെ വെള്ളപൂശേണ്ട ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല. അപ്പോൾ ഇവിടെ കോടതി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ അന്വേഷണം നടക്കണം. PS പ്രശാന്ത് ഇതിൽ വ്യക്തമായുള്ള ഒരു മറുപടി നൽകേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ 2019-ലാണ് അന്ന് ഞാനല്ലല്ലോ എന്ന് പറയേണ്ട കാര്യമില്ല. 2024-ൽ ഈ സീരിയസ് ഡാമേജ് കണ്ടെത്തുമ്പോഴും അന്നേ സംശയ നിഴലിലുള്ള തിരിച്ചു പൂർണ്ണമായും ഈ സ്വർണം കൈമാറിയിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം കല്യാണ ആവശ്യത്തിന് ഈ സ്വർണം എടുക്കുക എന്ന് പറഞ്ഞ പോറ്റി ദേവസ്വം ബോർഡിനെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചതാണ്. അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ വീണ്ടും ഇത് കൊടുത്തെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയോ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ പിൽഫ്രേജ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ചെറുമോഷണം എന്നാണ്. അപ്പോൾ മോഷണം എന്നുള്ള വാക്ക് കോടതി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിനെ കൊള്ളയല്ല, മോഷണമല്ല, കൊണ്ടുപോയതാണ്, മാറ്റിയതാണ്, വെച്ചതാണ് എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കോൺഷ്യസ്ലി അറ്റംപ്റ്റഡ് ടു ഹാൻഡ് ഓവർ ദ ഗോൾഡ് ക്ലാഡഡ് ദ്വാരപാലകസ് സീക്രട്ട്ലി ടു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇൻ 2025 അങ്ങനെ തന്നെയാണ് പറയുന്നത്. ദ സീക്വൻസ് ഓഫ് ഇവന്റ്സ് അൺമിസ്റ്റേക്കബിളി ഇൻഡിക്കേറ്റ്സ് എന്ന് കോടതി തന്നെ പറഞ്ഞതാണ്, അല്ലാതെ ഞാൻ കൂട്ടിച്ചേർത്തതല്ല. അപ്പോൾ TDB ഒഫീഷ്യൽസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രസിഡന്റിനെ മാറ്റിയിട്ട് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരുടെ കുറ്റം എന്ന് നമുക്ക് ചെറുതാക്കി കാണാനും സാധിക്കുകയില്ല. അപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നതിന്, പോറ്റിയെ ഏൽപ്പിക്കുന്നതിന് ഇതിലെല്ലാം കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2025-ലെ ഇടപെടൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇതൊരു ബ്രോഡർ സ്കീമാണ്. അത് ഈ 2019-ലെ കളവ് മറച്ചു വെക്കുന്നതിനുള്ള ബ്രോഡർ സ്കീമാണ് എന്ന പേജ് നമ്പർ 9 ഈ ഉത്തരവിൽ കൃത്യമായി തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി ഉത്തരവിന്റെ ഭാഗവുമാണ്. താങ്കളുടെ അറിവിലേക്കായി വേണമെങ്കിൽ അത് വായിക്കാം. ഈ ലാർജർ കോൺസ്പിറസി, വലിയ ഗൂഢാലോചന നേരത്തെ അങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വലിയ ഗൂഢാലോചന എന്ന് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ നിന്ന് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ആ ഉദ്യോഗസ്ഥർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇതിൽ ദേവസ്വം മന്ത്രി അടക്കം ഇപ്പോഴത്തെ പ്രസിഡന്റിനെ മാറ്റി നിർത്തിയിട്ട് അന്വേഷണം നടക്കട്ടെ. അയാൾ അവിടെ തുടരുമ്പോൾ ഈ മിനിറ്റ്സ് അടക്കം എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കും, എന്തൊക്കെ ഇടപെടലുകൾ നടത്താൻ സാധിക്കും, ഈ ആളുകളെല്ലാം അതേ പദവികളിൽ അവിടെ തന്നെ തുടരുകയാണല്ലോ. അപ്പോൾ കോടതി ഉത്തരവ് വന്ന സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ തയ്യാറാകണം. അല്ലാതെ സർക്കാർ മാറി നിന്നിട്ട് കാര്യമില്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയല്ലേ, ഞങ്ങളിപ്പോൾ ഒന്നും പറയുന്നില്ല എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല എന്നതാണ് എന്റെ ടേക്ക്. Meet the editors.